എറണാകുളം ജില്ലയിൽ തുടരുകയാണ്. എനിക്കിപ്പോൾ നർമ്മദത്തേട്ടം ഞങ്ങളൊരു ചെറിയ പരിപാടിയായിട്ട് ഇറങ്ങുകയാണ്. നർമ്മദത്തെ നമ്മളെങ്ങോട്ടാ പോകുന്നത്? ചെറിയ പരിപാടിയാണ്, വലിയ പരിപാടിയാണ്. നമ്മളെങ്ങോട്ടാ പോകുന്നത്? ഞങ്ങളുടെ വാർഡില്ല, അവര് മെയിൻ സ്ഥലമാണ് മുട്ടിനകം എന്ന് പറയുന്ന വാർഡിലാണ്. മുട്ടിനകം 6-ാം വാർഡിലാണ്. വരാപ്പുഴ പഞ്ചായത്തിന് 6-ാം വാർഡ്. 6-ാം വാർഡിൽ മത്സരിക്കുന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ജോമോൻ ടിജെ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്ന കാലഘട്ടത്തിൽ പുള്ളിയായിരുന്നു മെമ്പർ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മെമ്പറാണ്, ജനകീയനായിട്ടുള്ള ആളാണ്. അടുത്ത സുഹൃത്താണ്, വളരെ അടുത്ത സഹോദരനാണ്. എൻ്റെ കൂടെ ഞാൻ നിയമസഭയിലൊക്കെ മത്സരിക്കുമ്പോൾ കൂടുതൽ എൻ്റെ കൂടെ ഉണ്ടായ ആളാണ്. പിന്നെ പ്രധാന ഏരിയ എന്ന് പറഞ്ഞാൽ മുട്ടിനകം പള്ളിയാണ്. മുട്ടിനകം എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ്സുകാരാണ്. ഇതാണ് ജോമൻ ചേട്ടൻ. ഇതാണ് ജോമൻ ചേട്ടൻ. എന്താണ് ജോമൻ ചേട്ടാ, പ്രചാരണത്തിന്റെ പീക്കിലാണല്ലോ? അതെ, പ്രചരണം നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. എല്ലാവരും വളരെ ആവേശത്തിലാണ്. ഇലക്ഷൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. ധർമ്മജൻ ചേട്ടന്റെ ഒരു കട്ട സപ്പോർട്ട് എങ്ങനെയുണ്ട്? പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തല്ല. ഇവിടെ ഞങ്ങളുടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാല് ഞങ്ങള് കോൺഗ്രസ്സുകാരുടെ ഒരു ഏരിയയാണ്. അതിനിപ്പോ എനിക്ക് തെറിയട്ടാലും ഞാൻ പറയും ഇത് കോൺഗ്രസ്സുകാരുടെ ഏരിയ. ഇവിടേക്കിടയ്ക്ക് കളിക്കാൻ ആരും ഇല്ല. കൺഫേം ആണെന്ന് പറഞ്ഞാൽ കൺഫേം ആണ്. അത് ജോമൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാള് ഒരു ടൈമിലൂടെ നിന്ന് വിജയിച്ച് പ്രവർത്തിച്ച ഒരാളാണ്. പ്രാവശ്യം ലേഡീസിൻ്റെ ഇത് നമ്മൾ മാറിക്കൊടുത്തു, പിന്നെ വീണ്ടും വരികയാണ്. ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ് ജോമൻ ചേട്ടാ. എന്താണ് ഫുൾ കോൺഫിഡൻസ്? വളരെ ആത്മവിശ്വാസമുണ്ട്. കാരണം നമ്മൾ എല്ലാവരോടും എല്ലാവരും നമ്മളോട് വളരെ സ്നേഹമാണ്, പിന്നെ ഒരു വിശ്വാസമുണ്ട്. പിന്നെ നമ്മളുടെ ഒരു നാടാണ്, നമ്മളുടെ സുഹൃത്തുക്കളാണ്, നമ്മളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരുണ്ട്. അതുപോലെ എല്ലാവരും വളരെയേറെ വേണ്ടപ്പെട്ടവരാണ്. നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമാണ്, കൂട്ടുകാർ എല്ലാവരും ചുറ്റും നിൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആത്മവിശ്വാസത്തിൽ. ചേട്ടൻ അവിടെ നിയമസഭയിൽ ബാലുശ്ശേരി മത്സരിച്ചപ്പോഴേ കട്ട സപ്പോർട്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ബാലുശ്ശേരിയിൽ ഞാനുണ്ടായിരുന്നു കൂടെ. ഫുൾ ടൈം ഉണ്ട്. ഞാനവിടെ ഒരു 1.5 മാസത്തോളം ക്യാമ്പ് ചെയ്ത് ധർമ്മജന് ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ നിന്നിരുന്നത്. അപ്പോൾ ഒരു ഹൃദയബന്ധം കൂടിയുണ്ട്. ഇത് കഴിഞ്ഞാൽ നിയമസഭയാണ്. അതൊന്നുമല്ല, നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ ചെറുതായിട്ട് ഒരു ഒതുങ്ങിക്കൂടുന്ന നമ്മളുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ. നിയമസഭയാണ് വീണ്ടും. അദ്ദേഹം ചെയ്ത പരിപാടി അറിയാമോ? അദ്ദേഹം കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ബൈക്കില് ബുള്ളറ്റിൽ യാത്രയാണ്. ബുള്ളറ്റിൽ യാത്ര ചെയ്തിട്ടുള്ള ഇലക്ഷൻ പരിപാടിയാണ്. നിയമസഭാ ഇലക്ഷൻ ആയി. ഇനിയിപ്പം ധർമ്മജൻ ചേട്ടനെ അങ്ങനെ പറയല്ലേ? ഇനി ഒരു അവസരം പാർട്ടി തന്ന് മത്സരിക്കാൻ പറഞ്ഞാല് ഇല്ലെന്ന് പറയും. അതെന്താ ബാലുശ്ശേരിന്ന് സമയം സിനിമ വേണ്ട. പക്ഷെ കഴിഞ്ഞ തവണ മത്സരിച്ചത് നല്ല അനുഭവം അല്ലായിരുന്നു? പരാജയപ്പെട്ടെങ്കിൽ പോലും ഒരു നല്ല അനുഭവമായിരുന്നു അല്ലേ? പക്ഷെ ഇനി ഇല്ല എന്നാണ് ഞാൻ പറയണത്. ഇല്ല. എങ്ങനെയുണ്ട് പറവൂരിലെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഇത്തവണ? ഇവിടെ നിന്ന് വരാപ്പുഴ എന്തായാലും കോൺഗ്രസ് തന്നെ എടുക്കുകയുള്ളൂ, ഉറപ്പാണ്. ഞാൻ ഇവിടുത്തെ വാർഡ് പ്രസിഡന്റാണ്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്. നല്ല ഭൂരിപക്ഷം, വോട്ട് ഉറപ്പിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഭൂരിപക്ഷം മാത്രമേ ഇനി നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ ഭൂരിപക്ഷം എത്ര കിട്ടത് ഇപ്പൊ ആള് ജയിച്ചിരിക്കുന്നത്, ഇനി രണ്ടാമത് ജയിപ്പിക്കേണ്ട ആവശ്യമില്ല. വരാപ്പുഴ ഞങ്ങൾ 18 വാർഡും. ഓക്കെ, അപ്പം എന്തായാലും വലിയ സന്തോഷം. താങ്ക് യു. അപ്പോൾ ധർമ്മജൻ ചേട്ടാ, ഞാനിങ്ങനെ യാത്ര തിരിക്കും. വീണ്ടും നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് സന്ധിക്കാം. കാണാം. ബൈ ബൈ.